KPCC പ്രസിഡൻ്റായിരുന്ന കെ സുധാകരന് ഒരു ടേമിൽ കൂടി ഇരിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ മറ്റൊരു ആരോപണം വന്നു. അതായത് അദ്ദേഹം അനാരോഗ്യവാനാണ്, അതുകൊണ്ട് നടക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നുള്ളതാണ്. നമ്മുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ AK ആൻ്റണിയോട് ഇദ്ദേഹം തൻ്റെ ഈ സങ്കടം, തനിക്കെതിരെ വന്ന ഈ ഒരു ആരോപണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അദ്ദേഹത്തെ ഒന്ന് മയപ്പെടുത്താനുമൊക്കെ ശ്രമിച്ചു. കൂടാതെ ഈ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് K മുരളീധരനും ശശി തരൂരും ആവശ്യമുന്നയിച്ചു. പക്ഷേ അതത്ര ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവർ കെ സുധാകരൻ തന്നെ ഇരിക്കട്ടെ, കാരണം ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ ഒത്തൊരുമയാണ് ആവശ്യം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ നമ്മുടെ KC വേണുഗോപാലും VD സതീശനും ഒരു പുതുമുഖം വരട്ടെ എന്നൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് കാത്തലിക് ബിഷപ്പന്മാർ ഒരുമിച്ച് കൂടി ഒരു ക്രൈസ്തവനെ KPCC പ്രസിഡൻ്റ് ആക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചു. ആ കൂട്ടത്തിൽ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ആർച്ച് ബിഷപ്പായിട്ടുള്ള തോമസ് തറയിൽ, തലശ്ശേരിയിലെ ആർച്ച് ബിഷപ്പായിട്ടുള്ള ജോസഫ് പാമ്പള്ളി തുടങ്ങിയവർ ഈ ആവശ്യം ഉന്നയിച്ചു. മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെയും കേരളത്തിലെ മറ്റ് ലീഡേഴ്സിനെയുമൊക്കെ വീഴ്ത്താൻ വേണ്ടി മറ്റൊരു പ്രയോഗം കൂടി നടത്തി. അതായത് ക്രൈസ്തവരുടെ ഇടയിൽ നിന്നും BJPയിലേക്ക് വോട്ടിൻ്റെ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു, അനുഭാവം കൂടിയിരിക്കുന്നു എന്നുള്ള കാര്യം. ഇതുകൂടി കേട്ടപ്പോൾ പിന്നെ കോൺഗ്രസ്സുകാർക്ക് വേറെ നിവർത്തിയില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു. മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കന്മാർക്കും അറിയാമല്ലോ, സോണിയാഗാന്ധിയും അതേപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമെല്ലാം ക്രൈസ്തവരാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഒരു ക്രൈസ്തവൻ KPCC പ്രസിഡൻ്റായി വരുന്നത് അവർക്കും സന്തോഷകരമായിരിക്കും എന്നുള്ളൊരു വസ്തുത കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്തത് പേരാവൂർ MLA ആയിട്ടുള്ള സണ്ണി ജോസഫിനെയാണ്. അങ്ങനെ അദ്ദേഹം പ്രസിഡൻ്റായി കാത്തലിക് ബിഷപ്പന്മാരുടെ ആഗ്രഹമനുസരിച്ച്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നായരും ഈഴവനും കൂടെ തമ്മിലടിച്ച് ഏതായാലും KPCC പ്രസിഡൻ്റ് സ്ഥാനം തിരുമേനിമാർക്ക് കൊണ്ടുപോകാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു. അവർ സന്ദർഭത്തിനൊത്തുയർന്നു, അങ്ങനെ അവരത് കൊണ്ടുപോവുകയും ചെയ്തു.